എറണാകുളം മൂഴിക്കുളം പുഴയിൽ 4 വയസ്സുകാരിയെ എറിഞ്ഞു കൊലപ്പെടുത്തിയ സംഭവത്തിൽ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തുവെന്ന വാർത്തയിലേക്കാണ്. കുട്ടിയുടെ അമ്മയെ പ്രതിയാക്കിയാണ് കൊലപാതക കേസെടുക്കുക. തിരോധാനവുമായി ബന്ധപ്പെട്ട പുതിയ വകുപ്പുകളും ഉൾപ്പെടുത്തും. കുട്ടിയുടെ അമ്മയെ ചികിത്സിച്ച മാനസികാരോഗ്യ വിദഗ്ധരുടെ മൊഴിയും രേഖപ്പെടുത്തും. റാഫി കരീമാണ് ചേരുന്നത് വിവരങ്ങളുമായി തിരുവാങ്കുളത്തു നിന്ന്. റാഫി, പറയൂ കൂടുതൽ വിവരങ്ങൾ. ഈ കുട്ടിയുടെ ഈ തിരോധാനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ പുത്തൻകുരിശ് പോലീസിൽ ഒരു പരാതിയും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണവും ഇതുമായി ബന്ധപ്പെട്ട എഫ്ഐആറും ഉണ്ട്. അതുകൂടാതെയാണ് ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ കുട്ടിയെ ഈ നിലയിൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പുതിയ എഫ്ഐആർ കൂടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഈ ചെങ്ങമ്പനാട് പോലീസിലായിരിക്കും നടക്കുക. കാരണം ഈ സംഭവം നടന്ന പ്രദേശം ഇത് ഈ ചെങ്ങമ്പനാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വരുന്നൊരു പ്രദേശമാണ്. അതുകൊണ്ടാണ് പുതിയൊരു എഫ്ഐആർ കൂടി ഇതിൽ സ്വാഭാവികമായി വന്നിരിക്കുന്നത്. ഇനിയുള്ള നടപടിക്രമം ഈ കുട്ടിയുടെ മൃതദേഹം നിലവിലുള്ളത് അങ്കമാലി താലൂക്ക് ആശുപത്രിയിലാണ്. ഈ മൃതദേഹം അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 8 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞാൽ 10 മണിയോടുകൂടിയായിരിക്കും ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുക. അതിനുശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരിക്കും പോസ്റ്റ്മോർട്ടം നടക്കുക എന്നുള്ളതാണ്. അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണമുണ്ട്. എന്നാൽ ഈ ഇത്തരത്തിലൊരു കേസായതുകൊണ്ട് തന്നെ ഒരു പോലീസ് സർജൻ തന്നെ ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ അങ്കമാലി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയും ഇവിടെ വെച്ച് പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാവുകയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഞാൻ നിലവിലുള്ളത് ഈ കുട്ടിയുടെ അച്ഛൻ്റെ പിതാവിൻ്റെ വീട്ടിലാണുള്ളത്. ഈ വീടിൻ്റെ പരിസരത്താണ് നിലവിലുള്ളത്. ഈ ബന്ധുക്കളെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയം മുൻപാണ് ഈ മരണവിവരം ഈ കുട്ടിയുടെ അച്ഛനിൽ നിന്ന് മറ്റ് ബന്ധുക്കളിലേക്ക് അറിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ രാത്രിയിലെല്ലാം തന്നെ ഈ കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെല്ലാം തന്നെ ഈ തിരച്ചിലിൻ്റെ ഭാഗമായിരുന്നു. ഈ വീട്ടിൽ നിന്നാണ് ഇന്നലെ രാത്രി ഈ കുട്ടിയുടെ അമ്മ ഇന്നലെ വൈകിട്ട് പുറപ്പെടുന്നത്. ഇവിടെ നിന്ന് കുട്ടിയുടെ അമ്മ പുറപ്പെട്ട് അടുത്തുള്ളൊരു അംഗൻവാടിയിൽ നിന്ന് ഈ കുട്ടിയെ വിളിക്കുകയായിരുന്നു. അവിടെ നിന്നാണ് പിന്നീട് ആലുവയിൽ നിന്ന് കുറുമശ്ശേരിയിലെ വീട്ടിലേക്കും പുറപ്പെടുന്നത്. ഈ കുറുമശ്ശേരിയിലെ വീട്ടിലേക്കുള്ള യാത്രക്കിടെയാണ് ഈ പാലത്തിനടുത്ത് വെച്ച് ഈ അമ്മ ബസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. ഇവിടെ വരെ ഈ പാലത്തിനടുത്ത് വെച്ച് ബസ്സിൽ നിന്ന് അമ്മ ഇറങ്ങുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഏറെ നിർണായകമായത്. കാരണം ഈ അമ്മ ഈ കുട്ടിയുമായി ഇറങ്ങുന്ന CCTV ദൃശ്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം ഈ അമ്മ കുട്ടിയെയും ഒക്കെ തിരുത്തിക്കൊണ്ട് ഈ മടിയിലിരുത്തിക്കൊണ്ട് ഈ പാലത്തിലേക്ക് നടന്നു പോകുന്ന വിഷ്വലുകൾ ഉണ്ടായിരുന്നു. ഇതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് ഈ ഓട്ടോറിക്ഷ വിളിക്കുന്ന സമയത്തുള്ള ഓട്ടോറിക്ഷക്കാരൻ്റെ മൊഴി, ഈ ഡ്രൈവറുടെ മൊഴി അത് വളരെ നിർണായകമായി. ഈ സമയത്ത് ഈ കുട്ടി ഒപ്പമുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ അമ്മ കുട്ടിയെ പുഴയിലെറിഞ്ഞു പാലത്തിൽ നിന്ന് എന്ന് പറയുമ്പോൾ പോലീസ് ആദ്യഘട്ടത്തിൽ ഈ മൊഴി വിശ്വസിച്ചിരുന്നില്ല. കാരണം ചില മാനസിക പ്രശ്നങ്ങളുള്ളയാളാണ്. ആദ്യം മുതൽ നൽകിയ മൊഴികളിൽ വൈരുദ്ധ്യങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ആദ്യഘട്ടത്തിൽ വിശ്വസിക്കാൻ പോലീസും തയ്യാറായിരുന്നില്ല. എന്നാൽ അതിനുശേഷം ഈ CCTV ദൃശ്യങ്ങളും ഒപ്പം തന്നെ ഈ ഓട്ടോറിക്ഷ ഡ്രൈവറുടെ മൊഴിയും ഇത് രണ്ടും തമ്മിൽ നടത്തിയൊരു പരിശോധനയിലാണ് പോലീസ് ഇത്തരത്തിൽ ഈ പുഴയിലേക്ക് എറിഞ്ഞു എന്ന് പറയുന്നതിൽ കഴമ്പുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ടുള്ള തിരച്ചിലിലേക്ക് മാറുന്നത് 5 പോലീസ് സ്റ്റേഷൻ പരിധികളിലായിരുന്നു ഈ കുട്ടിയെ കാണാതായതോടുകൂടി കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷം ആരംഭിച്ചത്. പിന്നീട് ഈ 5 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ചുരുങ്ങി ചെങ്ങമ്പനാട് സ്റ്റേഷൻ പരിധിയിലുള്ള ഈ പാലത്തിന് സമീപത്ത് വെച്ച് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു. അതിൽ നിന്നാണ് ഈ കുട്ടിയെ 12:30 കണ്ടെത്താൻ കഴിഞ്ഞത്. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇനിയുള്ള നടപടിക്രമങ്ങൾ പോസ്റ്റ്മോർട്ടമാണ്. ഈ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം അടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകും. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും മറ്റ് വിവരങ്ങൾ പുറത്തുവരിക. ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്മയുടെ ബന്ധുക്കൾ ഉന്നയിക്കുന്ന ചില ആരോപണങ്ങളുണ്ട്. അതായത് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ സ്ത്രീ എത്തിച്ചത് ഈ ഭർത്താവിൽ നിന്നുള്ള ഉപദ്രവമാണ്, ഈ ഭർത്താവിൽ നിന്നുള്ള ചില പ്രശ്നങ്ങളാണ്, കുടുംബ പ്രശ്നങ്ങളാണ് എന്നുള്ളതാണ്. എന്നാൽ ഈ പിതാവിൻ്റെ ബന്ധുക്കൾ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ തള്ളുകയാണ് പൂർണ്ണമായും. കാരണം ഇവർ പറയുന്നത് ഇത്തരത്തിലൊരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഇവർ രണ്ടുപേരും തമ്മിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുകൂടി ഇതിനോടൊപ്പം ചേർത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പിടി ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കേണ്ടതുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ ഇനി മുന്നോട്ട് പോകേണ്ടതുമുണ്ട്. ശരി, അത് തന്നെയാണ് റാഫി. ഒരുപാട് ചോദ്യങ്ങളുണ്ട്, അവയ്ക്ക് ഉത്തരം ലഭിക്കേണ്ടതായിട്ടുണ്ട്. റാഫി കരീമാണ് തിരുവാങ്കുളത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്.